പാരഡിയിൽ പാളിയോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം പിയാസിൽ കൂടി ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി നമ്മുടെ ഫ്ലോറിലുണ്ട്. വെൽക്കം ആൻഡ് ഗുഡ് ഈവനിങ് പിയാസുനിൽ. ജിമ്മി, പാരഡി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ പോവുകയാണ് എന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി അറിയിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ ചർച്ചകൾ സജീവമാവുകയാണ്. പാരഡിയിൽ പാളിയോ അങ്ങനെയാണോ പറയേണ്ടത്, അതോ പാരഡിയിലും പാളിയോ എന്നാണോ ചോദിക്കേണ്ടത്? നമ്മൾ കുറച്ചുനാൾ മുമ്പ് ചോദിച്ചത് പാളിയിൽ പാളിയോ എന്നായിരുന്നു. ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പാളി തുടങ്ങി അങ്ങ് പാളി 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 അവസാനം സ്വർണ്ണപ്പാളിയെക്കുറിച്ചുള്ള പാരഡിയിലും കഴിഞ്ഞ 2 ദിവസമായി CPM-നും ഇടതു സർക്കാരിനും പാളിയിരിക്കും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇന്നലെ ഇതിനെതിരെ വളരെ വലിയ കേസെടുക്കാനുള്ള വലിയ ബഹളമൊക്കെ ആയതിനു ശേഷം ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസ് ഹാൻഡിലുകൾ, കോൺഗ്രസ് നേതാക്കൾ, ചാണ്ടിയൂപ്പൻ അടക്കമുള്ള യുവ നേതാക്കൾ എല്ലാവരും മൈക്കിൻ്റെ മുമ്പ് ഈ പാട്ട് തന്നെ പാടുകയാണ്. എന്ന് മാത്രമല്ല, ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി, ജനങ്ങളുടെ ഒരു പ്രതിരോധ വിഷയമായി എടുത്തു മാറ്റിയിരിക്കുകയാണ്. എന്ന് മാത്രമോ, ഹിന്ദു വികാരത്തിൻ്റെ മൊത്ത കോൺട്രാക്ട് എടുത്തു വച്ചിരിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തും BJP ഒക്കെ ഏത് മതവികാരം, ഏത് പ്രശ്നം മോഷ്ടിച്ചവരല്ലേ ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ജനവികാരം അല്ലെങ്കിൽ മതവികാരം നശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവരും പറയുകയാണ്. അപ്പോൾ CPM ഒഴിച്ച്, CPI ആണെങ്കിൽ മിണ്ടിയിട്ട് പോലുമില്ല ഈ കാര്യത്തിൽ ഇതുവരെ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. CPIക്കില്ല, ഇടതുപക്ഷത്ത് CPM-ന് മാത്രം, കേരളത്തിൽ CPM-ന് മാത്രം മതവികാരം വ്രണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. താത്വികമായി വ്യക്തമായി അവർ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ പറഞ്ഞുകൊണ്ടത് ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ശിവൻകുട്ടി മന്ത്രി എന്ന് പറഞ്ഞു, അതിനകത്ത് കുറച്ചുകൂടി വ്യക്തമായി മതവികാരം വ്രണപ്പെടുത്തുന്ന ഇത്തരം പാട്ടുകൾ പാടാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ LDF കൺവീനർ അപകടം മനസ്സിലായിട്ടെന്തോ ഇന്ന് മാറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് പാർട്ടി അങ്ങനെ നിലപാടെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളത് ഒരു തവണ കൂടി ഇവിടെ സത്യമായി മാറുകയാണ്. ഇടതുപക്ഷം, സർക്കാർ, അതിനെ CPM എന്ന് വിളിക്കരുത്, സർക്കാർ ഇതിനകത്ത് ഒരു 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 പ്രത്യേക വാശിയോടുകൂടി ഇത് ഞങ്ങൾ ശരിയാക്കി കളയുമെന്ന് പറഞ്ഞ് കേസെടുക്കുകയാണ്. കേസെടുക്കുക മാത്രമല്ല, ഇപ്പോൾ ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് അതിൻ്റെ ലിങ്കുകൾ നീക്കം ചെയ്യാൻ തീരുമാനിക്കുന്നു, മെറ്റയ്ക്ക് കത്തയക്കുന്നു. ആഹാ, എന്തൊരു സ്പീഡ്! ഈ സ്പീഡ് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സംസ്ഥാനത്ത് ഈ മതവികാരം വ്രണപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമാണോ ഇത് എന്നെന്തായാലും ഞാൻ ചോദിക്കുന്നില്ല, അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നോക്കൂ, 2015-16 മുതൽ 2020 കഴിഞ്ഞ 10 വർഷമായി വെള്ളാപ്പള്ളി നടേശൻ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്ത് പണിയാണ് എടുത്തത്? ഇന്ന് മലപ്പുറം എന്ന ജില്ലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടത്തുകയാണ്. മുസ്ലിം ലീഗ് വലിയ കുഴപ്പമാണ്, മുസ്ലിം എന്നത് മാറ്റി മുസ്ലിം ലീഗ് എന്നാക്കുകയും പക്ഷേ പറഞ്ഞതെല്ലാം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തതാണ്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയെങ്കിലും ഓർമ്മയിൽ കഴിഞ്ഞ 4-5 വർഷത്തെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണങ്ങൾ മുഴുവനുണ്ടല്ലോ. ഏതിലാണ് കേസെടുത്തത്? PC ജോർജിനെതിരെ വളരെ വലിയ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതി വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ കേസ് കൈകാര്യം ചെയ്തത്? PC ജോർജ് പുല്ലുപോലെ ജാമ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, മുൻകൂർ ജാമ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇനി അതൊന്നും പോട്ടെ, അതൊക്കെ പോട്ടെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ നാർക്കോട്ടിക്സ് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മതനേതാവ് ഉണ്ടായിരുന്നല്ലോ, അതാരുടെയും മതവികാരം വ്രണപ്പെടുത്തിയില്ലേ? നാർക്കോട്ടിക്സ് ജിഹാദ് ഒരു തരത്തിലും തെളിയിക്കപ്പെടാതിരുന്ന ഒരു സാധനം വളരെ വ്യാപകമായി പറയുകയും അതിൻ്റെ പേരിൽ എന്തൊക്കെ വിവാദങ്ങളുണ്ടായി. അപ്പോൾ ആർക്കും ഈ കേസെടുക്കാനോ കേസിനെക്കുറിച്ച് ആലോചിക്കാനോ പോലും തോന്നിയില്ലേ? നോക്കൂ, നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 10 വർഷത്തെ ഒരു നീണ്ട കഥ തന്നെയുണ്ട്. ചിലർക്ക് ഓർമ്മയില്ലെങ്കിൽ 2015 വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞെടുത്തു തുടങ്ങാം. മുസ്ലിം ആയതുകൊണ്ടാണ് കുഴൽക്കിണറിൽ വീണ യുവാവിനെ രക്ഷിക്കാൻ ചാടി വീണ് അയാളും മരിച്ചുപോയ അയാൾ മുസ്ലിമാണ്, അതുകൊണ്ട് അയാൾക്ക് പാരിതോഷികം കിട്ടി എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് വെള്ളാപ്പള്ളി നടേശൻ. അതിന് മുമ്പുള്ള പ്രസ്താവനകളുണ്ട്. പക്ഷേ ഇവിടെ അന്ന് പിണറായി വിജയൻ അടക്കമുള്ള ഇടതുപക്ഷം ഇദ്ദേഹത്തിനെതിരായിരുന്നു. അതിനുശേഷം ഇതേ ആളെ കൂടെ കൊണ്ടു നടന്ന് വളരെ വലിയ വർഗീയ പരാമർശം നടത്തുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മയുണ്ട്. നമ്മൾ ചർച്ച ചെയ്താണ് അല്ലേ, ഒരു 5 മാസം മുമ്പാണ് ഒരു രക്ഷയില്ലാന്നപ്പോൾ CPM ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി, ഇത് തീരെ ശരിയായില്ല എന്ന് പറഞ്ഞ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നതും പൊന്നാടി നീക്കുന്നത്. ഇന്നലെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ സുഹൃത്ത് തർക്കിച്ച് സൈഡ് പറഞ്ഞാൽ അത് ഞങ്ങൾ ലിഫ്റ്റ് കൊടുത്തത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചർച്ചയില്ല, നിങ്ങളോടൊരു ചർച്ചയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരു തരത്തിലും ഉത്തരമില്ലാതെ അന്തം വിട്ട് നിൽക്കുകയാണ് CPM-ൻ്റെ അണികൾ മുഴുവൻ. എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇന്ന് നമ്മുടെ മുമ്പിൽ പുറത്തു വന്നൊരു ദൃശ്യമുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു യുവതിയെ കരണത്തടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അപ്പത്തന്നെ നടപടി വന്നു കേട്ടോ. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, 1.5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ ദൃശ്യത്തിന് വേണ്ടി, അത് നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുകയും മേലുദ്യോഗസ്ഥർ പരാതി കൊടുക്കുകയും അവസാനം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ് ഈ ദൃശ്യം കൊടുക്കാൻ പറഞ്ഞത്. ദൃശ്യം പുറത്തു വന്നു, 1/2 മണിക്കൂറിനകം നടപടി.
ദൃശ്യം കഴിഞ്ഞ 1.5 വർഷമായി ദൃശ്യം അവിടെ തന്നെയുണ്ട്, അതിൻ്റെ പേരിൽ പരാതിയുണ്ട്. അല്ലെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനൊരു സംഭവം നടന്നതിനെക്കുറിച്ച് പരാതി പോവുകയും ആ ദൃശ്യം വേണമെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനൊരു സംഭവമുള്ള കാര്യം പോലീസിന് അറിയാമല്ലോ, പോലീസ് മന്ത്രിക്ക് അറിയാമല്ലോ. പോലീസ് മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ പോലീസ് മന്ത്രിയുടെ സംവിധാനങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു എന്നാണ്. ഈ കുന്നംകുളത്തും അതുപോലെ തന്നെ പീച്ചിയിലും നമ്മൾ 6 മാസം മുമ്പാണല്ലോ ഇതേ വിഷയം ചർച്ച ചെയ്തത്. കുന്നംകുളത്ത് സുജിത്ത് എന്നൊരാളെ പോലീസ് സ്റ്റേഷനിൽ അടിച്ച് ഇഞ്ചപ്പരുവാക്കുന്നത്, പീച്ചിയിൽ ഒരു ഹോട്ടൽ ഉടമ ഔസേഫിൻ്റെ മകനെ ജയിലിലിടുകയും അയാളുടെ ജോലിക്കാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലുകയും ചെയ്തത് അന്നും ഇത് തന്നെയായിരുന്നു. അപ്പോൾ നടപടിയെടുക്കേണ്ട അന്നൊക്കെ ഈ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നറിയാം. ഇവരെല്ലാവരും ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടി, ദൃശ്യം പുറത്ത് കിട്ടാൻ വേണ്ടി ഫൈറ്റ് ചെയ്ത് അവസാനം വിവരാവകാശ കമ്മീഷണറുടെ സംസ്ഥാന തലത്തിൽ പോയി ഫൈറ്റ് ചെയ്തിട്ടാണ് ദൃശ്യം വാങ്ങിക്കുന്നത്. അപ്പോൾ അതുവരെ പോലീസിന് അറിയാം. പക്ഷേ ഇടപെടേണ്ട കാര്യങ്ങളിലൊന്നും ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. 4 പേര് അറിഞ്ഞ് നാണം കടുമ്പോൾ അപ്പോൾ തന്നെ നടപടിയെടുക്കും. അപ്പോൾ സ്പീഡിൻ്റെ കാര്യത്തിൽ രണ്ടും 2 തട്ടാണ് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം ആഭ്യന്തരമന്ത്രിയുടെ തലയിൽ ഒരു പൊൻതൂവലായി ഇന്നത്തെ പുറത്തു വന്ന പോലീസ് പീഡനത്തിൻ്റെ ഒരു സ്ത്രീയുടെ ചെകിട് പുകയ്ക്കുന്ന രീതിയിലുള്ള അടിയുടെ ദൃശ്യങ്ങൾ അങ്ങ് സമർപ്പിക്കുകയാണ്. അതേ പോലീസാണ് 24 മണിക്കൂർ കഴിയുമ്പോൾ പോറ്റിയെ കയറ്റി എന്ന പാരടി ഗാനത്തിൻ്റെ ദൃശ്യങ്ങൾ ശുഷ്കാന്തിയോടുകൂടി യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ മെറ്റയ്ക്ക് കത്തെഴുതുകയും ഒക്കെ ചെയ്ത് ആരൊക്കെയാണ് എടുത്തത്, ആരൊക്കെയാണ് ഷെയർ ചെയ്തത്, മുഴുവൻ വിവരങ്ങളും വേണം. ഞങ്ങളിപ്പോൾ കേസെടുക്കാൻ പോവുകയാണ്. ഒന്ന് ഉറപ്പിച്ചു വെച്ചോ, കോടതിയിൽ പോയാൽ നിങ്ങൾ പരാതി എഴുതിയ എഫ്ഐആറിൻ്റെ കടലാസിൻ്റെ വില പോലും ഇല്ലാതെ ഈ പരാതി തള്ളിപ്പോവും. എന്താണ്, ഏത് ദൈവത്തെയാണ് അപമാനിച്ചത്? ദൈവത്തോട് പറയുന്ന ഒരു പരാതി മാത്രമാണ്. ആ പരാതി എങ്ങനെയാണ് മതസ്പർദ്ധ ഉണ്ടാകുന്നത്? ഇനി പറഞ്ഞു നിങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇന്ന് കണ്ട ഒരു രസകരമായ ഒരു കാർട്ടൂൺ കൂടിയുണ്ട്. CPM-ൻ്റെ നേതാവ് രാജേന്ദ്രശേഖരനോട് നോക്കുകയാണ്, പാട്ടെഴുതിയതെല്ലാം മറ്റവന്മാരാണ്, നിങ്ങൾക്കൊരു വികാരവും തോന്നില്ലേ എന്ന് ചോദിക്കുന്ന രാജേന്ദ്രശേഖർ ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് നാട്ടുകാർ മുഴുവൻ നിങ്ങളെ ട്രോളുകയാണ്. പാരടി പാട്ടിലല്ല, ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ നേരിട്ട് വന്ന് ട്രോളുന്നതിലേക്ക് പോവുകയാണ്. അപ്പോഴും മനസ്സിലാകുന്നില്ലേ എവിടെയാണ് CPM-നെ പാളുന്നത്? അവിടെയാണ് കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണേണ്ടത്. ഇത് ഒരു സംഘടനയുടെ പ്രശ്നമല്ല, അധികാരത്തിൻ്റെ പ്രശ്നമാണ്. 10 വർഷം അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം അഹങ്കാരവും ഒരു പ്രത്യേകതരം എന്തും ചെയ്യാമെന്നുള്ള ഒരു ധൈര്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അത് എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. 1975 അടിയന്തരാവസ്ഥക്കാലം കിസ്സ കുർസിക്ക എന്നൊരു സിനിമയുണ്ടായിരുന്നു. കിസ്സ കുർസിക്ക എന്ന് പറഞ്ഞ സിനിമ വളരെ രഹസ്യമായി സർക്കാരിനെതിരെ നിർമ്മിച്ച ചിത്രമാണ്. അത് അവസാനം അത് പിടിക്കപ്പെടുകയും ആ ചിത്രത്തിൻ്റെ നെഗറ്റീവുകളടക്കം കത്തിച്ചു കളയുകയും ചെയ്തു. ആരാ? ഇന്ന് ഈ ബഹളം ഉണ്ടാക്കുന്ന കോൺഗ്രസ് പാർട്ടി. CPM ആണ് ഇത് തുടങ്ങിയെന്ന് വിചാരിക്കരുത്, ഇന്ന് തുടങ്ങിയാണെന്ന് വിചാരിക്കരുത്. 1975 കിസ്സ കുർസിക്കയാണ് കഥ. അതിനു മുമ്പ് എത്രയോ കാലം ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഡൽഹിയിലെ തെരുവുകളിൽ നാടകം കളിക്കുമ്പോൾ പിടഞ്ഞു വീണ് മരിച്ച സഫ്ദർ ഹഷ്മി ഓർമ്മയില്ലേ? ഹല്ല ബോൽ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. സഫ്ദർ ഹഷ്മിയുടെ സഹോദരൻ്റെ കൂടെ ഞാൻ ദില്ലിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ കാലത്തെ കഥയൊക്കെ പറയും. കൊന്നതാരാണെന്നും കൊല്ലിച്ചതാരാണെന്നും അന്നേ അറിയാം. അന്നും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചരിത്രമുണ്ട്. 1992 വേറെ രസകരമായൊരു സംഭവം ഉണ്ടായി. അന്ന് തിരുവനന്തപുരത്ത് SFIയുടെ സമരം കത്തി നിൽക്കുന്ന ഒരു കാലമാണ്. ആകാശവാണിയിലെ റേഡിയോയിലെ ഒരു നാടകം, ശതാഭിഷേകം എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. കിങ്ങിണിക്കുട്ടനും അമ്മാവനും ചേർന്നിട്ട് ഒരു തറവാട് കട്ടിമുടുക്കുന്നതിനെ കുറിച്ചാണ് ആ നാടകം ഉണ്ടായിരുന്നത്. അന്ന് രാത്രി പക്ഷേ പല സ്ഥലത്തും തിരുവനന്തപുരത്ത് കറണ്ട് പോയി. ആകാശവാണിയിലെ ഈ നാടകം കാണാൻ പറ്റിയില്ല. ഇത് കരുണാകരനെ കുറിച്ചും മകൻ ശതാഭിഷേകം മകൻ മുരളീധരനെ കുറിച്ചുമാണെന്നൊരു കഥ വരികയും പിറ്റേ ദിവസം DC ബുക്സ് ഇത് ശരവേഗത്തിൽ ഇത് നാടകമായി അച്ചടിച്ചിറക്കി. ചൂടപ്പം പോലെയാണ്. 3 ദിവസം കൊണ്ട് 3-4 എഡിഷനുകൾ വിറ്റുപോയി. അത് എഴുതിയത് S. രമേശൻ നായരാണെന്നാണ് എൻ്റെ ഓർമ്മ. നാടകകൃത്ത് S. രമേശൻ നായർ. അദ്ദേഹത്തെ ആൻഡമാനിലേക്കാണ് നാട് കടത്തിയത്. ആകാശവാണിയിൽ നിന്ന് ട്രാൻസ്ഫറാണ്. അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ ഇത് അധികാരത്തിലിരിക്കുന്നവരുടെ അധികാര അന്ധതയുടെ അഹങ്കാരത്തിൻ്റെ എന്തും ചെയ്യാമെന്നുള്ള ധൈര്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. CPM-ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപകടം, നിങ്ങൾക്ക് അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു. നിങ്ങൾ പാർട്ടിയല്ല നോക്കുന്നത്, നിങ്ങൾ അധികാരത്തെയും അധികാരത്തിന് നടത്തിത്തരുന്ന ഉദ്യോഗസ്ഥരെയും അവർ നൽകുന്ന ഉപദേശത്തിനുമാണ് കൂട്ടു നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് നടന്ന ഒരു ഗർഭിണിയെ തല്ലിയ പോലീസുകാരനെ 1.5 വർഷം നിങ്ങളെങ്ങനെ സർവീസ് വെച്ചുകൊണ്ടിരിക്കുക? കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട അസംഖ്യം പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളെല്ലാം
സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, ഇതിനു വേണ്ടിയിട്ട് ആളുകൾ വിവരാവകാശത്തിന് പോകുന്നെന്ന് പറയുന്നത് ആ ദൃശ്യങ്ങൾ എന്നിട്ടും ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വരെ ഒരു നടപടി പോലും ഉണ്ടായില്ല. പ്രശ്നം CPM അധികാരത്തിലിരുന്നുള്ള ആ കസേരയിലിരുന്നുള്ള അധികാര ദുഷ്പ്രഭുത്വം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. CPM ബാധിച്ചിരിക്കുന്ന ഒരു അപകടത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പാരഡിയിൽ കേസെടുക്കാനുണ്ടായ തീരുമാനം. ഈ ബുദ്ധി ആരുടെ ആയിരിക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് അധികാരം നിയന്ത്രിക്കുന്ന ഒരു കോക്കസിൻ്റേതാണ്. അത് പിണറായി വിജയനെ ചുറ്റി നിൽക്കുന്ന ഒരു കോക്കസിൻ്റെയാണ്. പാരാമ വിഡ്ഢിത്തരമേ കാണിക്കൂ, പക്ഷേ വിഡ്ഢിത്തരമാണെന്ന് അവർക്ക് മനസ്സിലാവാൻ ഒരുപാട് കാലമെടുക്കും. അതുകൊണ്ടാണ് ഇന്നലെ കേസെടുത്തു, ഇന്ന് വളരെ ശക്തമായി മെറ്റയ്ക്ക് കത്തെഴുതി, ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് മെല്ലെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അധികാരത്തെക്കാൾ വലിയ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. നോക്കണേ എവിടേക്കാണ് ഇതിൻ്റെ റെപ്രിക്കഷൻസ് പോകുന്നത്. ഒരാൾ പോലും ഈ സംവിധാനത്തിനകത്ത് ഇത് ചെയ്യരുത്, ഇത് അബദ്ധമാണ് എന്ന് മാത്രമല്ല, ആശയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞു കൊടുക്കാത്തത് എന്താ? സഫ്ദർ ഹഷ്മിയുടെ പാരമ്പര്യം, കിസ്സ കുർസിക എന്ന് പറഞ്ഞ സിനിമ എടുത്തവരുടെ പാരമ്പര്യം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KPSCയുടെ നാടകങ്ങൾ നിരോധിക്കപ്പെട്ടതിനിടയിലും രഹസ്യമായി നിന്ന് കളിക്കുകയും പോലീസ് വരുമ്പോൾ നാടക സാധനങ്ങളും വാരിയെടുത്ത് വെളിമ്പറമ്പുകളിൽ നിന്നും വയലുകളിൽ നിന്നും ഓടിപ്പോയവരുടെ പാരമ്പര്യം. അതാണ് CPMനെയും CPIയെയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ജനങ്ങളുടെ കൂടെയുള്ളവരാക്കിയത്. പക്ഷേ ഇപ്പോൾ 10 വർഷം അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പാരഡി പോലും സഹിക്കാനാവാത്ത രീതിയിൽ നിങ്ങൾക്ക് അസഹിഷ്ണുത വരുന്നു. അധികാരത്തിൻ്റെ പ്രശ്നമാണ് സർ, പാർട്ടിയുടെയോ പാർട്ടി സംവിധാനത്തിൻ്റെയോ പ്രശ്നമല്ല. ഇടതുപക്ഷത്തിന് ലോകത്തെമ്പാടും ഉണ്ടായ ഒരു വലിയ അപകടം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. എപ്പോഴും അധികാരത്തിലിരിക്കുമ്പോഴാണ് ചുറ്റുമുള്ള മനുഷ്യരെ മുഴുവൻ ഗുലാലികളിലും മറ്റുമൊക്കെ പൂട്ടിയിടാൻ തോന്നുന്ന ഒരു പ്രത്യേക സംവിധാനം ഇടതുപക്ഷത്തെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് പറയാറുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് അണ്ടർ ദ ഫ്ലാഗ്സ് ഓഫ് ഫ്രീഡം എന്നാണ് ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതൊരു രസകരമായ ഒരു ക്രോസ് സെക്ഷനാണ്. അധികാരം കൈ കിട്ടുമ്പോൾ പറ്റുന്നത് എന്താണെന്നുള്ളത്. നിങ്ങളുടെ അടുത്ത 3 മാസത്തേക്ക് എന്ത് ചർച്ചയെ പെടരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ, ശബരിമല സ്വർണ്ണപ്പാളി എങ്ങനെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചോ, അതിന് നേർവിപരീതമാണ്. പോലീസിനെ കൊണ്ടോ കോടതിയെ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വിരട്ടുകൾ കൊണ്ടോ ഒരു കാരണവശാലും ഇത്തരം ക്യാമ്പയിനുകൾ താഴ്ന്നു പോവില്ല. അതിനുദാഹരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അങ്ങനെയല്ല കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ അതേ നിങ്ങൾ തന്നെ, നിങ്ങളുടെ കയ്യിൽ പോലീസും നിങ്ങളുടെ കയ്യിൽ രഹസ്യാന്വേഷണ വിഭാഗവും നിങ്ങളുടെ കയ്യിൽ CIDയും സ്പെഷ്യൽ ബ്രാഞ്ചും ഉണ്ടാകുമ്പോൾ അത് ചെയ്തു കളയാം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എന്താ പറ്റുന്നത്? ഒരു തവണ കൂടി പാളി, സ്വർണ്ണപ്പാളിയിൽ പാളി, പാരഡിയിൽ പാളി, ഇനിയിപ്പോൾ എവിടേക്കോ പാളാൻ പോകുന്നു. കാരണം നിങ്ങൾക്ക് അധികാരത്തിൻ്റെ അന്ധത ബാധിച്ചിരിക്കുകയാണ്. Meet the editors.